ആണ് മണ്ടക്കേര് പേടിച്ചോട് അങ്ങനെ ചെയ്യല്ലേ. എന്താ പൊട്ടിക്കാൻ പറ്റാത്തതല്ലേ. ഞാനുണ്ട്, എനിക്കും വേണോ? അതെ സെറ്റ്. എല്ലാരും വരി, എല്ലാരും വരിക. ഹരിയും കൂടെ ഉള്ളു, ഹരിയും കൂടെ ഇവയും കൂടെ ഉള്ളു, ഹരിയും ഇവയും കൂടെ ഉള്ളു. ഹരി മേലക്ക് അമ്മേ എല്ലാം ചത്ത്. എടാ ഇവനെ കൊങ്കോനെ ഹെൽപ്പ് ചെയ്താ, കൊങ്കോന്ന് ചാടിക്കാ. ഒന്നൂടെ അയ്യോ വിട്ട് അമ്മേ. അമ്മ ഇങ്ങോട്ട്, ഇങ്ങോട്ടോ കൊങ്കോ ഇങ്ങോട്ടോ. അവന്റെ ബൂട്ട് വയ്ക്ക്. ഫുഡ് ഉണ്ടോ? ഫുഡ് ഉണ്ടോടാ? എങ്ങോട്ടാ ആരെ ബാനയാട്ടെ, ആരെ കൊന്നേ? പറയൂ സി പറ. ഇത്രയും പേരല്ലേ, ഇനി കുറച്ചും വരാനുണ്ട്. അവര് ഉറങ്ങി എണീറ്റിട്ടില്ല. ആരെണീറ്റില്ല, അടിക്കലടാ. പറയൂ. അടങ്ങി നിക്കണം. അടങ്ങിക്കണം. ശ്രദ്ധിക്കും സി പറഞ്ഞ. എല്ലാരും ശ്രദ്ധിക്കും. നിങ്ങൾ ടീമായിട്ടുള്ളവരൊക്കെ ടീമായി കളിക്കും. പക്ഷെ നിങ്ങൾ ടീമിൽ തന്നെ ഒതുങ്ങി കൂടാതെ ബാക്കിയുള്ളവരായിട്ടും കളിക്കാം. കയറി കളിക്കും. അതെ. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാ, നമ്മുടെ ഇതിൽ വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ നിന്ന് നമുക്ക് ചെറിയൊരു സംഭവം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ജോബ് എടുത്തോണ്ട് പോയിട്ടുണ്ട്. വില്ലേജേഴ്സിനെ അല്ല, ബ്രീഡർ ഞാൻ സെറ്റ് ചെയ്തോളാം. പിന്നെ ഒരു അയൺ ഫാമും ഒരു ട്രേഡിംഗ് ആളും വേണം കമ്മ്യൂണിറ്റി. സെറ്റ് ചെയ്യും. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ലിയോമെസ്എംബി എന്നൊരു സർവറിലാണ് നമ്മൾ ഇന്ന് കളിക്കുന്നത്. ലിയോമെസ്എംബി സീസൺ 4 ആണ്. 3 നമ്മൾ കളിച്ചിരുന്നു. 1 പോലും കളിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മള് 3 അത്യാവശ്യം നല്ലോണം കളിച്ചു. കുറച്ചേ നിന്നുള്ളൂ. ബട്ട് ഈ സീരീസ് നമ്മൾ എൻഡ് വരെ നിൽക്കുന്നതാണ്. സീരീസ് എൻഡ് ആവുന്നത് വരെ നമ്മൾ ഈ സീരീസിൽ കളിക്കുന്നതാണ്. ഗൈസ്, ഈ സീരീസിൽ അനവധി ആൾക്കാരുണ്ട്. ഒരു 12ഓളം ആൾക്കാർ ഈ സീരീസിലുണ്ട്. നമ്മൾ എന്തായാലും ബേസ് ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദൂരെയാണ്, അത്യാവശ്യം നല്ല ദൂരെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തായാലും നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇവിടെ കൊണ്ടുവച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഇന്ന് ഫുൾ സെറ്റ് അയൺ ആർമർ ആകണം. നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഫാമും കാര്യങ്ങളും ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു മൈനിങ് ഏരിയ സെറ്റാക്കാൻ പോകണം, ചെറിയൊരു മൈനിങ് ഏരിയ. പിന്നെ നമുക്കൊരു കൗ ഫാം ഉണ്ടാക്കണം. പക്ഷെ ഞാൻ മൊബൈലിലാണ് കളിക്കുന്നത്. പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാം കൺട്രോൾസ് ഒന്നും കാണുന്നില്ല. അതൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചാണ്. പിന്നെ ഒരു 2-3 മോഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഷെയ്ഡർ പാക്കിന്റെ മോഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യുക്ക് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡ് ഇട്ടിട്ടുണ്ട്. ഷെയ്ഡർ പാക്ക് ചെറിയൊരു വെളിച്ചം കൂടും. പിന്നെ ഒരു കാണാൻ നല്ല രസം ഉണ്ടാവും. അത്രയുള്ള ഒരു ഷെയ്ഡർ പാക്കാണ് ഇട്ടത്. സാധാരണ മൈൻക്രാഫ്റ്റ് ഇങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫാം ഉണ്ടാക്കണം. ഫസ്റ്റ് നമുക്കൊരു എന്തെങ്കിലും ഒരു പണി ചെയ്യാനുണ്ട്. നമുക്ക് മൈനിങ്ങിന് പോകണം. അയൺ സെറ്റ് ഫുൾ ആർമർ സെറ്റ് ആക്കണം. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഷെയർ ചെയ്യണ്ട, ലൈക്ക് അടിച്ചാൽ മതി. ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒരു മൈനിങ് ഏരിയ ഇവിടെ ഉണ്ടാക്കുകയാണ്. നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. മൈനിങ് ഏരിയ അങ്ങ് -59 വരെ നമ്മൾ മൈൻ ചെയ്ത് നോക്കണം. ഫസ്റ്റ് നമുക്ക് മൈനസ് അല്ല 17 അയണിൻ്റെ ഉള്ളത്. അതെ, 17 വരെ നമുക്ക് മൈൻ ചെയ്ത് സെറ്റാക്കാം. നിങ്ങൾക്ക് യോമസെമ്പി എന്താണെന്ന് അറിയണമെങ്കിൽ ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കോ അല്ലെ വീഡിയോൻ്റെ ലിങ്കോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് യോമസെമ്പി എന്താണെന്ന് മനസ്സിലാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതൊരു യൂട്യൂബേഴ്സ് ഓൺലി സെർവറാണ്.
ഇറ്റ് വാസ് ഓൺലി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സെർവറാണ്. അത്യാവശ്യം നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ഇതിൽ ഉള്ളത്. പിന്നെ മൈൻക്രാഫ്റ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് അധികവും ഉള്ളത്. പിന്നെ C4 എന്ന ചാനൽ, C4 ബ്രോൻ്റെ അടുത്ത് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. ബ്രോ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമുക്കെന്തായാലും ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെർവറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ IP ഇമ്പോർട്ട് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻ ചെയ്തിട്ട് അയണ് കണ്ടുപിടിക്കാം. ഗൈസ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ഗൈസ് ട്രയൽ ചേമ്പർ കിട്ടി. നമുക്ക് കോപ്പർ കുറച്ചിട്ട് ഇത് ഇങ്ങോട്ട് കയറുന്ന ഒന്നുമില്ലാണ്ട് കയറിയ ചത്തല്ലേ. ഇവിടെ മൊത്തം മോബ്സ് ആയിരിക്കും ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഗെയിം സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല, അത് ജസ്റ്റ് എന്തോ ഒരു പ്രശ്നമാണ്. നമുക്ക് അടുത്ത വീഡിയോയിലോ ലൈവ് വീഡിയോ ഇത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചൊന്നും കേൾക്കൂല ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കിയാലോ, അതിൻ്റെ നോയ്സ് കേൾക്കുന്നുണ്ട്. കോപ്പർ ഇട്ടിട്ടുണ്ട് കുറച്ച്, നമുക്ക് കോപ്പർ വെച്ച് നമുക്ക് ഫുൾ കോപ്പർ ആർമർ സെറ്റ് ആക്കാം. ഇപ്പം പുതിയ അപ്ഡേഷൻ ഒന്നല്ല, അത് കുറച്ചായി വന്നിട്ട് അപ്ഡേഷനിൽ വന്നാണ്. നമുക്ക് കോപ്പർ ഫുൾ ആർമർ സെറ്റ് ആക്കാം. ജസ്റ്റ് നമ്മൾ കോപ്പർ ഫുൾ ആർമർ സെറ്റ് ആക്കി നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ കുറച്ച് ടോർച്ചും വെച്ചിട്ട് താഴോട്ട് പോയി നോക്കാം. ഡയമണ്ടോ? കോപ്പർ ഈ മോഡ് കാരണം എനിക്ക് ഡയമണ്ട് ആകാം കോപ്പർ ആകാൻ തിരിച്ചറിയാൻ പറ്റില്ല. ഒന്നും താഴോട്ട് പോയി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? കണ്ട ഡയമണ്ട് പോലെ ഉണ്ട്. അയണ് ഗൈസ്. ഫസ്റ്റ് അയൺ അല്ല ഗൈസ്, ഇതിനു മുമ്പ് 2-3 അയണ് കിട്ടി. ഇവിടെ ഉണ്ട് കുറച്ച് അയൺ. നമുക്ക് എന്തായാലും നമുക്ക് ആവശ്യമുള്ള അയൺ മൊത്തം സെറ്റ് ആക്കിയിട്ട് മുകളിലോട്ട് കയറാം. ഇവിടെ കുറച്ച് അയൺ ഉണ്ടാവും, ഇതൊക്കെ മുറിച്ചങ്ങ് എടുക്കട്ടെ. ഏകദേശം നമ്മൾ കയറി വന്നത് ഒരു ഓപ്പൺ ഇതിൽ കൂടിയാണ്, ഓപ്പൺ കേവ് ആയാലും നമുക്ക് കിട്ടിയത്. അതിൽ കൂടി കയറി വന്നാൽ ഇവിടെ ഒരു ജസ്റ്റ് ഒരു റൂയിൻ്റെ പോർട്ടൽ, ഇവിടെ എന്തെങ്കിലും ലൂട്ടായിട്ട് ഉണ്ടാവും നോക്കാം. നമുക്ക് ഇവിടെ ഗോൾഡ് എടുക്കണം, ഇപ്പം എടുക്കണ്ട, നമുക്ക് പിന്നേറ്റേ വന്ന് എടുക്കാം. അപ്പോഴത്തേക്കാരെ എടുത്തുണ്ടോ എന്ന് കുറച്ച് പറയാം. എന്തായാലും ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ എവിടെ ചെസ്റ്റ് ഉണ്ടാകുക? മുന്നിലല്ല, മുന്നിലുണ്ട്. ചെസ്റ്റിൽ തന്നെ ഉണ്ടോ? രണ്ട് ഒബ്സീഡിയൻ ഉണ്ട് ഗൈസ്. ഓക്കെ, 2 ഒബ്സീഡിയൻ ഉണ്ട്. 2 ഒബ്സീഡിയൻ വെച്ചിട്ട് നമുക്ക് നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും ഇതെടുത്ത് ബേസ് കൊണ്ടാക്കാം ഗൈസ്. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ഒരു അയണിൻ്റെ കുറച്ചുണ്ട്. അയൺ നമുക്ക് കുറേ 26 നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊരു ഷീൽഡ് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. പണിപാളി. എന്നോട് 2 ഹെൽമെറ്റ് ഉണ്ടായി പോയി ഗൈസ്, പണി പാളി ഗൈസ്. 26 ഇതുകൊണ്ടെന്ന് ഞാൻ എല്ലാം ക്രാഫ്റ്റ് ചെയ്ത് 2 ഹെൽമെറ്റ് ഉണ്ടാക്കി ഗൈസ്. ഒരു ലെഗിൻസ് ഉണ്ടാക്കേണ്ടത് ഞാൻ 2 ഹെൽമെറ്റ് ഉണ്ടാക്കി. തൽക്കാലം നമുക്കൊരു ബൂട്ട് കൂടി ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നമുക്ക് കോപ്പർ തന്നെ ഇട്ട് നടക്കാം, നമുക്ക് പിന്നെ ഒപ്പിക്കാം ഗൈസ്. നമ്മളിവിടെ ഒരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ആകെ ഒരു വീറ്റിൻ്റെ ക്രോപ്സേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് കുറച്ച് വീറ്റിൻ്റെ ക്രോപ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ ഒപ്പിക്കണം, ക്യാരറ്റ് ഒപ്പിക്കണം, എന്നാലേ നമുക്കൊരു ഇതിൽ നമ്മൾ ബ്രീഡറൊന്നും ഉണ്ടാക്കുന്നില്ല ഗൈസ്. നമുക്ക് ഇതിൽ ബ്രീഡർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്ന് വെച്ചാൽ സെർവർ ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര വലിയ പെയ്ഡ് സെർവറൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല സെർവറാണ്. പക്ഷേ നമ്മളെ പ്ലെയേഴ്സിൻ്റെ ലാഗ് കുറയ്ക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ സ്പോണിലാണ് ബേസ് ഉണ്ടാക്കാൻ പോണത്. അയൺ ഫാമും നമ്മൾ ഉണ്ടാക്കുന്നില്ല. അയൺ ഫാമും ബ്രീഡറും വില്ലേജർ ട്രേഡ് ഹാളും നമ്മൾ ബേസിൽ ഇവിടെ സ്പോണിൽ പ്ലെയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പോയിട്ട് സാധനമൊക്കെ കളക്ട് ചെയ്തെടുക്കാം, അതൊരു സീനില്ല. നമുക്ക് ട്രേഡിംഗ് ഒക്കെ നമുക്ക് വില്ലേജേഴ്സിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഉണ്ടാക്കേണ്ടത് ഓട്ടോമാറ്റിക് വീറ്റ് ഫാം, ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഫാംസൊക്കെ ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബിൽഡും കാര്യങ്ങളും ചെയ്യണം. പിന്നെ ഷോപ്പൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വലുതാക്കണം. അതിന് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ലോണം വലുതാക്കണം. പിന്നെ ഇതിൻ്റെ അടുത്തൊരു സ്പ്രൂസ് പാം ഉണ്ട്. സ്പ്രൂസ് പാം അങ്ങനത്തെ അതിൻ്റെ പേര്, എന്താണ് പേര്, സ്പ്രൂസ് മരമാണ്, സ്പ്രൂസ് ബയോമല്ല. അവിടെ പോയിട്ട് നമുക്ക് മരം കുറച്ച് ഫാം ചെയ്യണം. നമുക്കപ്പോൾ അതൊക്കെ സെറ്റാക്കാം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ എന്തായാലും ഫാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കൗവിനെ കൊണ്ടുവരണം, ഇതൊന്ന് വളർന്നിട്ട് നമുക്ക് എന്തായാലും കുറച്ച് 4 ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നമുക്കൊന്ന് ഇവിടെ ഫാം ചെയ്ത് വെക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഫാം ചെയ്യുന്ന നേരം നമുക്ക് സംഭവം വെച്ചാൽ ഷുഗർ കെയിൻ നമുക്ക് ബോൺവീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴേ സെറ്റാക്കി വെച്ചാൽ നമുക്ക് റോക്കറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സെറ്റാകുമല്ലോ. ഇങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി.
പിന്നെ ഇതില് ഈ സെർവറിൽ വെച്ചാൽ 12 പ്ലേയേഴ്സ് ഉണ്ട്. അത്യാവശ്യം നമ്മളെല്ലാരെയും പരിചയപ്പെട്ട് വരും ഗൈസ്. നമ്മൾ ഈ സെർവറിൽ എല്ലാരും പരിചയപ്പെടും. യെസ്, നമുക്ക് ഇപ്പൊ കറന്റ് അറിയുന്ന കുറച്ച് ആൾക്കാർ വെച്ചാൽ ഡാർക്ക് ഒരു ബ്രോ ഉണ്ട്, ഡാർക്ക് എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട്. പിന്നെ C4 അറിയാം. പിന്നെ സോറോ, പിന്നെ പിന്നെ ആരെയാണ്, പിന്നെ ഗെയിമർ ആദി എന്ന് പറഞ്ഞൊരു ബ്രോനെ അറിയാം. അങ്ങനത്തെ ആൾക്കാരൊക്കെ എനിക്കറിയാം. പിന്നെ ഇത് സീസൺ 3 ആൾക്കാരൊക്കെ അധികം ആൾക്കാരെ നമുക്ക് അറിയാം. ഇതിന്റെ സെർവറിന്റെ ഓണർ എന്ന് പറഞ്ഞ C4 ബ്രോവും പിന്നെ സോറോവും കൂടിയാണ്. സോറോ എല്ലാരും ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ മറ്റേ C4 ബ്രോന്റെ ചാനലിൽ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാനലിന്റെ എല്ലാ ചാനലിന്റെയും പേര്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. ഈ സീരീസ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വലിയ വലിയ നിലയിലെത്താൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സെർവർ ഉണ്ടാക്കും. അതൊക്കെ കുറച്ച് അങ്ങോട്ട് എത്തട്ടെ. നമ്മൾ എന്തായാലും ഇവിടെ ചെറിയൊരു ഷുഗർ കെയിൻ ഫാം കൂടി സെറ്റാക്കിയിട്ട് ഇതും കൂടി ഒന്ന് എഫിഷ്യൻ്റ് ആക്കണം ഗൈസ്. അവസാനം നമുക്ക് 2 വീറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒറ്റ വീറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും വീറ്റ് എടുത്തിട്ട് നൈസായിട്ട് 2 പശുവിനെ പോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ ഇത് ജാവ എഡിഷൻ കൊണ്ട് ജാവ സെർവറാണ്, അതുകൊണ്ട് തന്നെ ഡിസ്പോൺ ആയി പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഡിസ്പോൺ ആയി പോകാനല്ല, ആകെ കുറച്ചേ സ്പോൺ ആവുള്ളൂ. ജാവേന്റെ പ്രത്യേകമാണ്. ബെഡ്റോക്കാണ് ആദ്യം സീനൊന്നുമില്ല, പക്ഷെ ബെഡ്റോക്കിൽ ഇല്ലാത്തത് ജാവയിലുണ്ട്. എനിക്ക് കറന്റ്ലി ഇഷ്ടം ജാവയാണ്, പക്ഷെ ബെഡ്റോക്കിലെ ചിലത് ബെഡ്റോക്കിന്റെ ഇഷ്ടമാണ്, ചിലത് ജാവേന്റെ. മൊജാങ്കിന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. മൊജാങ്ക് എന്ത് ചെയ്യും, മൈൻക്രാഫ്റ്റ് എന്ത് ചെയ്യും നമുക്കൊന്നും പ്രവചിക്കാൻ പോലും പറ്റില്ല. അതാണ് മെയിനായിട്ട് വില്ലേജർ. പറയേ വേണ്ട. നമുക്ക് എന്തായാലും ഇവിടെ ഒരു കൂടുണ്ടാക്കിയിട്ട് ജസ്റ്റ് 2 കൊണ്ടുവരാം. അപ്പൊ ഗൈസ്, നമ്മൾ 2 പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ നേരം അതിന്റെ വഴി കിടക്കുന്നു. എന്തെന്നാണിത്, നമുക്ക് മലയെന്ന് അപ്പുറത്ത് നേർന്നോ കൊണ്ടുവന്നതിന്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണം. ഏതാണ് നമുക്ക് നോക്കാം. എന്തായാലും ജസ്റ്റ് ഇവിടെ കുഴിച്ചിട കുറച്ച്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടു തരുന്നതിന് നന്ദി. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്ത് പോകണം.